ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആദം, നീ എവിടെയാകുന്നു? DC ബുക്സ് കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ പ്രസംഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഏറ്റവും അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച ഒരു ബുക്കിൻ്റെ പേരാണിത്. ഈ ബുക്കിൽ അദ്ദേഹം അമേരിക്കയുടെ 39ാമത്തെ പ്രസിഡൻ്റായിരുന്ന ശ്രീ ജിമ്മി കാർട്ടറിനെ പറ്റി പറയുന്നുണ്ട്. ജിമ്മി കാർട്ടർ അമേരിക്കയുടെ പ്രസിഡൻ്റാകുന്നതിന് മുമ്പും ആ പദവി ഒഴിഞ്ഞ ശേഷവും 4 പതിറ്റാണ്ടോളം ഒരു സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നുവെന്ന് VD സതീശൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുന്നത്, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് വലിയ ചെറുപ്പമില്ലാതെ നമ്മളെല്ലാവരും തയ്യാറാകണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, സ്ലീഹാകാലത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഈശോയുടെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിച്ച സ്ലീഹന്മാരെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന കാലം. ഈശോയുടെ നിർദ്ദേശാനുസരണവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സ്വീകരിച്ച് ഈശോയുടെ സാന്നിധ്യത്തോടു കൂടി അല്ലെങ്കിൽ ആത്മീയ സാന്നിധ്യത്തോടു കൂടി സ്ലീഹന്മാർ ധീരമായി ലോകത്തിൻ്റെ നാനാവശങ്ങളിലേക്ക് സുവിശേഷം പ്രഘോഷിക്കാനായി പോയതിനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം കൊണ്ട് മറ്റൊരു സുവിശേഷമായി മാറുവാനായിട്ട്, ഈശോയെ നൽകുന്ന നല്ല വ്യക്തികളായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ ഞായറാഴ്ച നമുക്ക് ആത്മപരിശോധന നടത്തണം. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ പോകുന്ന വ്യക്തികൾ എപ്രകാരം പെരുമാറണമെന്ന് ഈ ഞായറാഴ്ചത്തെ എല്ലാ വായനകളും നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ വായന പുറപ്പാടിൻ്റെ പുസ്തകം എന്നുള്ള വായനയിൽ ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പേ ഞാനൊരു ദൂതനെ അയക്കും, അവൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും നടത്തും, അവൻ്റെ വഴിയെ സഞ്ചരിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകുമെന്ന്. നമ്മുടെ വഴികളിലെ തടസ്സങ്ങൾ മാറ്റുവാനായിട്ട് ദൈവൻ ദൂതനെ അയച്ച് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ അവസരങ്ങൾ ഒരുക്കി തരുമ്പോൾ, ആ അവസരത്തെ ഏറ്റവും നല്ല രീതിയിൽ കണ്ടുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. രണ്ടാമത്തെ വായന ഏറെ മനോഹരമാണ്. യോന പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. സാധിക്കുമെങ്കിൽ അതെല്ലാവരും ഒന്ന് വായിക്കണം. വെറും 4 ചാപ്റ്ററുകൾ മാത്രമേ യോന പ്രവാചകൻ്റെ പുസ്തകത്തിലുള്ളൂ. യോന പ്രവാചകൻ ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് മാനസാന്തരം പ്രഘോഷിക്കുവാനായിട്ട് നിനവേലേക്ക് പോയി. അവിടെ ഉണ്ടാകുന്ന അപകടങ്ങളും യോന വീണ്ടും ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് നിനവേ ജനത്തോട് മുഴുവനും ദൈവത്തിൻ്റെ പ്രബോധനം നൽകുന്നതൊക്കെ നമുക്ക് കഥകളിലൂടെയും വായനകളിലൊക്കെ നമുക്കറിയാവുന്ന കഥയാണ്. യോനയുടെ വാക്ക് കേട്ട് രാജാവും ജനങ്ങളും മൃഗങ്ങളുമെല്ലാം അനുതപിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, വലിയ ദുരന്തത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് ദൈവം നിനവേ നിവാസികളെ രക്ഷിക്കുകയാണ്. എന്നാൽ ഈ നിനവേ നഗരം നശിച്ചു പോകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു യോന പ്രവാചകനിരുന്നത്. ആ നിനവേ നഗരത്തിനെ നശിപ്പിക്കാത്തതിൻ്റെ പേരിൽ യോന പ്രവാചകൻ ദൈവവുമായിട്ട് കലഹിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചെറിയ കൂടാരം കിട്ടി ഈ നഗരത്തിന് എന്ത് സംഭവിക്കുന്നു കാണുവാനായി യോന അവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ രാത്രിയിൽ ആ കൂടാരത്തിൻ്റെ മുറ്റത്ത് ദൈവം ഒരു ചെടി മുളപ്പിക്കുകയും അതിനെ വളർത്തി വലുതാക്കുകയും ചെയ്യുന്നുണ്ട്. പകലുണ്ടാകുന്ന ചൂടിൽ നിന്ന് യോന പ്രവാചകൻ രക്ഷപ്പെടുന്നത് ഈ ചെടിയുടെ തണലേറ്റുകൊണ്ടാണ്. എന്നാൽ അടുത്ത ദിവസം രാത്രിയിൽ ഒരു പുഴുവിനെ അയച്ച് ഈ ചെടി മുഴുവനും ദൈവം നശിപ്പിച്ച് കളയുകയാണ്.
അതിരാവിലെ അതികഠിനമായ ചൂടും താപക്കാറ്റുമൊക്കെ ഏറ്റ് എഴുന്നേൽക്കുന്ന യോന വീണ്ടും ദൈവത്തോട് കോപിക്കുകയാണ്, കലഹിക്കുകയാണ്. അപ്പോൾ ദൈവം ചോദിക്കും, നീ എന്തിനാണ് എന്നോട് കലഹിക്കുന്നത്? യോന ദൈവത്തോട് പറയുകയാണ്, എനിക്കതിനുള്ള അവകാശമുണ്ട്, മരണം വരെ കലഹിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ ദൈവം യോനയോട് ചോദിക്കുന്നുണ്ട്, നീ അധ്വാനിക്കാത്ത, നീ ഒരു പ്രവൃത്തിയും ചെയ്യാതെ നിനക്ക് ലഭിച്ച ഈ ചെടി അത് നശിച്ചു പോയതിൽ നീ ഏറെ വേദനിക്കുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഇത്രയും ആളുകളെ നശിപ്പിക്കുവാനായിട്ട് ഞാൻ എപ്പോഴെങ്കിലും തയ്യാറാകുമോ എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കാരുണ്യത്തോടെ നമ്മളെ ശിക്ഷയിൽ നിന്ന് രക്ഷിച്ച് നന്മ നമുക്ക് തരുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സുവിശേഷം പ്രഘോഷിക്കുന്നവർ, ദൈവത്തിൻ്റെ വക്താക്കളായിരിക്കുന്ന ആളുകളെല്ലാം ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ആരുടെയും നാശത്തിനോ ആരുടെയും ദോഷത്തിനോ വേണ്ടിയിട്ടല്ല, മറിച്ച് എല്ലാവരുടെയും നന്മയ്ക്കും അവരുടെ സ്നേഹത്തിലുള്ള വളർച്ചയ്ക്കും വേണ്ടിയായിരിക്കണം. ലേഖനഭാഗത്തിലേക്ക് വരുമ്പോൾ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ അധ്വാനിച്ചതും പ്രവർത്തിച്ചതും അല്ലെങ്കിൽ സുവിശേഷം പ്രഘോഷിച്ചതുമെല്ലാം വിജാതിരുടെ ഇടയിലാണ്. കാരണം ദൈവത്തെ അറിയാത്ത ആളുകളിലേക്ക് സുവിശേഷം എത്തിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്. ആരും പ്രഘോഷിക്കാത്ത സ്ഥലങ്ങളിൽ ദൈവത്തെ പ്രഘോഷിച്ചുകൊണ്ട് എല്ലാവരിലേക്കും ഈശോയുടെ സുവിശേഷം എത്തിക്കുവാനായിട്ട് ഞാൻ അധ്വാനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് മറ്റൊരു സുവിശേഷമായി മാറുവാനായിട്ട്, ഈശോയെ കൊടുക്കുന്ന വ്യക്തികളായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഈശോ തൻ്റെ പ്രിയപ്പെട്ട 12 ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിച്ച് അവർക്ക് എല്ലാവിധ അധികാരങ്ങളും നൽകിക്കൊണ്ട് അവരെ പറഞ്ഞയക്കുകയാണ്. എന്തിനാണ്? 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്നാമതായി സുവിശേഷം അല്ലെങ്കിൽ ഈശോയെ പ്രഘോഷിക്കുവാനായി. രണ്ടാമതായി പിശാച് ബാധിതരെ സുഖപ്പെടുത്തുവാനായി അല്ലെങ്കിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനായി. മൂന്നാമതായി രോഗികളെ സുഖപ്പെടുത്തുവാനായി. വളരെ സ്നേഹത്തോടും ആർദ്രതയോടും കരുണയോടും കൂടി വേണം ഓരോ സുവിശേഷകനും പെരുമാറുവാനായിട്ട്. എല്ലാവർക്കും സന്തോഷം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സുവിശേഷം, സദ്വാർത്ത പ്രഘോഷിക്കുവാനായിട്ട് പറയുന്നത്. ആ സദ്വാർത്ത സ്വീകരിക്കേണ്ട വ്യക്തികൾക്ക് പിശാച് ബാധയേറ്റിട്ടുണ്ടെങ്കിൽ ആ പിശാചിനെ പുറത്താക്കണമെങ്കിലേ നന്മയെ സ്വീകരിക്കുവാനായിട്ട് പറ്റുള്ളൂ. തിന്മയെ എടുത്ത് കളഞ്ഞ ശേഷം നന്മയെ സ്വീകരിക്കുക. രോഗത്താൽ വേദനയാൽ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് സൗഖ്യം നൽകുക. എങ്കിലാണ് അവർക്ക് ഈശോയെ സ്വീകരിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ മനുഷ്യൻ്റെ ദുഃഖമകറ്റി അവന് സന്തോഷം നൽകുക എന്നുള്ളതാണ് ഓരോ സുവിശേഷ പ്രവർത്തകൻ്റെയും അല്ലെങ്കിൽ പ്രഘോഷകൻ്റെയും ലക്ഷ്യമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഞായറാഴ്ചത്തെ വായനകളെല്ലാം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, നമ്മളെല്ലാവരും സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് അത് നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട്, പെരുമാറ്റം കൊണ്ട് സുവിശേഷമായി തീരുവാനുള്ളതാണ്. അങ്ങനെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് നമ്മൾ തീരുമാനിച്ച് കഴിയുമ്പോൾ നമ്മുടെ മുമ്പേ തടസ്സങ്ങൾ മാറ്റുവാനായിട്ട് ദൈവം ദൂതനെ അയക്കും. തടസ്സങ്ങൾ മാറ്റി നമുക്ക് നല്ല വഴിയൊരുക്കി തന്നു കഴിയുമ്പോൾ അവിടെ സുവിശേഷം പ്രഘോഷിക്കുക. അങ്ങനെ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ പ്രഘോഷിക്കുന്ന വ്യക്തിയുടെ മനസ്സെപ്പോഴും ശുദ്ധമായിരിക്കണം. അവനൊരിക്കലും ആരുടെ നാശത്തിനു വേണ്ടിയിട്ടായിരിക്കരുത്, മറിച്ച് അവരുടെ നന്മയ്ക്കും മാനസാന്തരത്തിനും വേണ്ടി സുവിശേഷം പ്രഘോഷിക്കട്ടെ. ഈശോയെ കാണാത്ത വ്യക്തികളിലേക്ക് ഈശോയെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. വീണ്ടും രോഗങ്ങളുള്ളവർക്ക് സൗഖ്യം നൽകുവാനായിട്ട്, പിശാച് ബാധിതരെ സുഖപ്പെടുത്തുവാനായിട്ട്, ഈശോയുടെ സദ്വാർത്ത അവരിലേക്ക് നൽകിക്കൊണ്ട് സന്തോഷം നൽകുവാനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും വിളിക്കുകയാണ്. അവിടെ പോകുമ്പോൾ നിങ്ങളൊന്നിനെപ്പറ്റി ആകുലപ്പെടേണ്ടതല്ല. കാരണം അതെല്ലാം നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിനറിയാം. അവൻ നിങ്ങൾക്കെല്ലാം നൽകുമെന്ന് ഈശോ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ ഉൾക്കൊണ്ട് ഈശോയുടെ നല്ല സുവിശേഷകരായി മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.
ഈശോയുടെ സ്ലേഹന്മാരെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ പ്രവൃത്തികളുടെ ഫലങ്ങൾ ആദിമസഭയിൽ വലിയ മാറ്റമുണ്ടാക്കിയതുപോലെ ഇന്നത്തെ സഭയിൽ എന്നിലൂടെയും നിങ്ങളിലൂടെയും അനേകം ആളുകൾക്ക് ഈശോയെ കിട്ടുവാനായിട്ട്, അവർക്ക് സന്തോഷം ലഭിക്കുവാനായിട്ട്, അവരുടെ ദുഃഖങ്ങൾ അകറ്റുവാനായിട്ട്, അവരിൽ നിന്ന് തിന്മ മാറിപ്പോകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.